തിരുവനന്തപുരം ബാലരാപുരത്തിന് സമീപമാണ് നമുക്കിതാ ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. 4 സെന്റിൽ 1400 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീടാണ്. കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്. ബാലരാപുരത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പം ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്കറിയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഴിഞ്ഞം ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണ്. റിംഗ് റോഡൊക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് കടന്നു പോകുന്നത്. ആ രീതിയിൽ അക്സസിബിലിറ്റി വരുന്ന പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുമ്പോൾ ബാലരാപുരം ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെങ്കിൽ ബാലരാപുരം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ്, ആ റോഡ് നേരെ പോകുന്ന ഊരുട്ടമ്പലത്തേക്ക് പോകുന്ന റോഡാണ്. അങ്ങോട്ട് ഈ ഊരുട്ടമ്പലം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ തന്നെ നീറമൺകുഴി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുക. അവിടെ നിന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ അകത്തുള്ള ഡിസ്റ്റൻസിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാവുന്നതാണ്. ഈ കാണുന്ന പോലെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. ഒരു കാറ് കയറി വരുന്ന രീതിയിൽ, വലിയ കാറ് കയറി വരുന്ന രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മുറ്റമുണ്ട്. വണ്ടിയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്ഥലം കിട്ടും. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. നമുക്കിതിനകത്തുള്ള ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകളൊക്കെ പെൻഡിങ് ആണ്. അതായത് കിച്ചൺ ക്യാബിനറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് പറയുന്ന വിലയിൽ ഉൾപ്പെടുത്തി ചെയ്തു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് സെറ്റ് ചെയ്യാനുണ്ട്. അതും എല്ലാം ഇനി നിങ്ങൾക്ക് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് വാങ്ങുന്ന കസ്റ്റമറിന് ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ചൂസ് ചെയ്യണം, ആ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ച് ഡീലാക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. നമുക്കിനി പ്രോപ്പർട്ടിക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. കയറി വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഒരു ഫാമിലി ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും. നല്ലൊരു ലിവിങ് സ്പേസ് സെപ്പറേറ്റ് ചെയ്യാം. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. ഇഫ് ഇൻ കേസ് നമുക്കിവിടെ ഒരു പാർട്ടിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പാർട്ടിഷൻ കൊടുത്ത് ഡൈനിങ് നമുക്ക് അങ്ങോട്ടേക്ക് ഡൈനിങ് മാത്രം ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. എങ്ങനെ വെച്ചാൽ കയറി വരുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണണ്ടല്ലോ, ആ രീതിയിൽ ചെയ്തെടുക്കാം. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണിനകത്തുള്ള ക്യാബിനറ്റ് വർക്കുകൾ പെൻഡിങ് ആണ്. ആ വർക്ക് പൂർണ്ണമായിട്ട് അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവേ. നമ്മൾ ഇന്ന് പറയുന്ന വിലയിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ചെയ്തു തരുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. അത്യാവശ്യം പുറത്തിറങ്ങി നിന്നാൽ നല്ല രീതിയിൽ സ്ഥലം കിട്ടുന്നുണ്ട്. വേസ്റ്റ് കത്തിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും പിൻവശത്ത് കാണാം. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പം ഇതിനകത്ത് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള ബ്രാൻഡ് സെലക്ഷൻ നിങ്ങൾ ഇപ്പം തന്നെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സാധനം വെക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്റ്റേഴ്സ് ഇങ്ങനെ കറങ്ങിയാണ് കയറുന്നത് കേട്ടോ. ഈ ഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇങ്ങനെ പർഗോളാസ് ഉണ്ട്. അതുവഴി നല്ലതുപോലെ തന്നെ പ്രകാശം വരുന്നുണ്ട്. ഇവിടെ എല്ലാം നോക്കി ഇങ്ങനെയുള്ള അലങ്കാര പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. മേള നിലയിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന നല്ലൊരു കോമൺ സ്പേസ്. താഴത്തെ നിലയിൽ അതേ ലേഔട്ടിൽ തന്നെ വരുന്നൊരു ബെഡ്റൂം ഉണ്ട്. ഇതിലായാലും ഇനി ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് എല്ലാം അവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഈ റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് താഴത്തെ ആ ഒരു കോമൺ ബാത്റൂം ഇതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമുക്കിതാ ഇവിടെ ശരിക്കും ഒരു ഓപ്പൺ ടെറസ് എന്നല്ല, നമുക്കൊരു കവേർഡ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെയും നമുക്കൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വാർത്ത് തന്നെ എടുത്തിട്ടുള്ള സ്പേസ് ആണ്. ഇവിടെ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ തുണിയൊക്കെ ഉണങ്ങാനിടാനുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കൊളുത്തുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് തുണിയെല്ലാം ഉണങ്ങാനിടാനുള്ള സൗകര്യം ചെയ്യാം. തുണിയെല്ലാം സേഫായിട്ട് കിടക്കും. വാഷിംഗ് മെഷീനെല്ലാം ഇവിടെ തന്നെ സേഫാക്കി വയ്ക്കാം. ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂമിൽ വന്നിട്ട് ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ടോപ്പിലായിട്ട് തുണിയൊക്കെ നനച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങാനിടാനായിട്ട് അയ കെട്ടാനുള്ള സൗകര്യം എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസ് ഏരിയ ആയിട്ട് വരുന്നത്. ഈ കാണുന്ന പോലെ ഒരു ബാൽക്കണി സ്പേസും നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. എന്ത് സൗകര്യത്തിനായാലും ഊരുട്ടമ്പലം ജംഗ്ഷൻ നമുക്കിവിടുന്ന് വളരെ അടുത്താണ്. ഇവിടെ നിന്ന് എങ്ങനെ വെച്ചാൽ പെട്ടെന്ന് എത്താവുന്ന രീതിയിൽ ഊരുട്ടമ്പലം ജംഗ്ഷൻ ഉണ്ട്. അവിടെ തന്നെ സ്കൂളായാലും കടകളായാലും ബാങ്കുകളായാലും എല്ലാ സൗകര്യവും അവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ ബാലരാപുരം ജംഗ്ഷൻ നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററിൽ ബാലരാപുരത്ത് എത്താവുന്നതാണ്. ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ 60 ലക്ഷം രൂപയ്ക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം.